നമസ്കാരം. SLC പരീക്ഷ 2026 നമുക്ക് റിസൾട്ട് ഇന്നലെ വന്നു. റീവാല്യുവേഷനും ഫോട്ടോസ്റ്റാറ്റിനും സ്ക്രൂട്ടിനിക്കും എങ്ങനെയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് എന്ന കാര്യമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, SLC എക്സാം റിസൾട്ട് ഇന്നലെ വന്നതിന് ശേഷം ഇന്നു മുതലാണ്, അതായത് 16-ാം തീയതി മുതലാണ് നമുക്ക് ഈ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. 16 മുതൽ 21 വരെ. ഇപ്പോൾ മെയ് 16 മുതൽ മെയ് 21 വൈകുന്നേരം 5 മണി വരെയാണ് ഇതിനുള്ള സമയം. അതായത് റീവാല്യുവേഷനും പിന്നെ ഫോട്ടോസ്റ്റാറ്റും സ്ക്രൂട്ടിനിയും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, slcSSLCexam.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കയറിയിട്ട് നമ്മൾ ഇതിലേക്ക് കടക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരിക. നമുക്ക് റീവാല്യുവേഷൻ ബാർ ഫോട്ടോ കോപ്പി ബാർ സ്ക്രൂട്ടിനി ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ക്ലിക്ക് ഹിയർ എന്ന് കാണും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് സൈറ്റ് ആക്റ്റീവാണ്. നമുക്ക് ഇപ്പോൾ തന്നെ ഇന്ന് 16-ാം തീയതി രാവിലെ തന്നെ ചെയ്യാം. തിരക്കുണ്ടെങ്കിൽ 17-ാം തീയതി ചെയ്യാം. 21-ാം തീയതിക്കുള്ളിൽ എപ്പോഴെങ്കിലും ചെയ്താൽ മതി. തിരക്ക് കൂട്ടേണ്ടതില്ല. നമ്മൾ ആദ്യം തീരുമാനിക്കുകയാണ് വേണ്ടത്. അതിനുശേഷം മാത്രം നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഈ പേജിലേക്ക് വന്നു. ഈ പേജിൽ റീവാല്യുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടിനി ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഭാഗം ക്ലിക്ക് ഹിയറിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പേജിലേക്കാണ് നമ്മൾ എത്തുക. ഇവിടെയാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. നോക്കുക, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഇതാണ് നമുക്ക് വേണ്ടത്. ഒന്ന്, രജിസ്റ്റർ നമ്പർ. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യണം. പിന്നെയുള്ളത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യണം. പിന്നെ പേര്, സെൻറ്റർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കൂളിൻ്റെ പേരാണ്. നിങ്ങൾ പരീക്ഷ എഴുതിയ സെൻറ്ററിൻ്റെ പേരാണ് സെൻറ്റർ നെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൻറ്റർ കോഡ് എന്ന് പറയുന്നത് സ്കൂളിൻ്റെ കോഡാണ്. സ്കൂളിന് ഒരു 5 അക്ക കോഡ് ഉണ്ടാവും. അതാണ് സെൻറ്റർ കോഡ് എന്ന് പറയുന്നത്. മീഡിയം എന്ന് പറയുന്നത് മലയാളം മീഡിയമാണോ ഇംഗ്ലീഷ് മീഡിയമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിയണം. നമുക്ക് സ്കൂൾ കോഡ് അറിയായിരിക്കും. സ്കൂളിൻ്റെ പേര്, സ്കൂൾ കോഡ് അറിഞ്ഞാൽ മതി, വേറെ കൂടുതലൊന്നുമില്ല. ബാക്കി രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ശ്രദ്ധിച്ചോ. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ പേര്, സെൻറ്റർ കോഡ്, സ്കൂളിൻ്റെ പേര്, സ്കൂളിൻ്റെ കോഡ്, ഏത് മീഡിയമാണ് എന്ന കാര്യം. അപ്പോൾ ഇത്രയും നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഈ കുട്ടിയുടെ SLC മാർക്ക് ലിസ്റ്റിൻ്റെ ഇപ്പം നിലവിൽ കിട്ടിയിരിക്കുന്ന മാർക്ക് ലിസ്റ്റിൻ്റെ പേജ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പം നമ്മൾ ഇവിടെ റീവാല്യുവേഷനും ഫോട്ടോസ്റ്റാറ്റിനും ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നേരത്തെ തീരുമാനിക്കണം. അത് തീരുമാനിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഏതൊക്കെ വിഷയങ്ങൾക്ക് നമ്മൾ റീവാല്യുവേഷന് കൊടുക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ വിഷയത്തിന് നമ്മൾ ഉത്തരക്കടലാസിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് ഏതെല്ലാം വിഷയങ്ങൾക്ക് എടുക്കണം എന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് ചെയ്യാൻ പോകാൻ പാടുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ഒരിക്കൽ ചെയ്തു. ഇന്ന് നമ്മൾ ഒരു 2 വിഷയം റീവാല്യുവേഷനും ഒരു വിഷയത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റിനും നമ്മൾ ഇന്ന് അപേക്ഷിച്ചു. നാളെ നമ്മൾ വിചാരിക്കണം, അയ്യോ 2 അല്ലേ മറ്റേ വിഷയത്തിനൂടെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇത് നടക്കില്ല. 2 തവണയായിട്ട് കഴിഞ്ഞ വർഷം ഒരിക്കൽ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവർക്ക് പിന്നീട് ഒരു വിഷയം റീവാല്യുവേഷന് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യമേ തീരുമാനിച്ച് ഒറ്റ ഇതിലാണ് കൊടുക്കേണ്ടത്. അത് 2 തവണയായിട്ട് കൊടുക്കാൻ കഴിയില്ല. നമ്മൾ പിന്നീട് ഈ സൈറ്റിൽ നമുക്ക് കയറാൻ കഴിയില്ല. അപ്പം നോക്കുക, ഈ ഓരോ വിഷയത്തിന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ 1, മലയാളം, അറബിക്ക്, സംസ്കൃതം, ഉറുദു ഏതാണെന്ന് വെച്ചാൽ അതിൽ റീവാല്യുവേഷൻ വേണമെങ്കിൽ റീവാല്യുവേഷൻ്റെ നേരെ ഒരു കോളം ഉണ്ട്, അതിൽ ടിക്ക് ചെയ്യുക. ഫോട്ടോ കോപ്പി വേണമെങ്കിൽ അതിൽ ടിക്ക് ചെയ്യുക.
സ്ക്രൂട്ടിനി വേണമെങ്കിൽ അതിൽ ടിക്ക് ചെയ്യാം. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, റീവാലുവേഷന് കൊടുത്താൽ പിന്നെ നിങ്ങൾ ആരും അതിൻ്റെ ആ വിഷയം സ്ക്രൂട്ടിനിക്ക് വേണ്ടി കൊടുക്കരുത്. കാരണം റീവാലുവേഷനിൽ എല്ലാം ഉണ്ട്, സ്ക്രൂട്ടിനി അടക്കം വരുന്നതാണ് റീവാലുവേഷൻ. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ത് മാത്രമേ വരുന്നുള്ളൂ? ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയിട്ട് അതിന് മാർക്ക് ഇടാതെ ഉണ്ടോ? രണ്ട്, ആകെ മാർക്ക് കൂട്ടിയതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അപ്പോൾ മാർക്ക് കൂട്ടി നോക്കും, ഒന്ന്. രണ്ടാമത്തത്, ഏതെങ്കിലും ചോദ്യത്തിന് മാർക്ക് ഇടാതെ ഉണ്ടോ എന്നും പരിശോധിക്കും. ഇത് മാത്രമേ സ്ക്രൂട്ടിനിയിൽ നടക്കുന്നുള്ളൂ. എന്നാൽ റീവാലുവേഷനിൽ ഇതെല്ലാം നടക്കും. കൂട്ടിയിട്ടത് പരിശോധിക്കല്ല, പുതിയതായിട്ട് മാർക്ക് വാല്യൂ ചെയ്യും, എല്ലാ ചോദ്യങ്ങളും നോക്കും, കൂട്ടിയിടും, ഇതെല്ലാം നോക്കും. അപ്പോൾ അതുകൊണ്ട് റീവാലുവേഷൻ കൊടുക്കുന്ന ഒരു കുട്ടി സ്ക്രൂട്ടിനിക്ക് കൊടുക്കേണ്ടതില്ല. എൻ്റെ അഭിപ്രായത്തിൽ സ്ക്രൂട്ടിനി എന്ന് പറയുന്നത് നമുക്ക് ആ രണ്ട് കാര്യങ്ങൾ മാത്രം ആയതുകൊണ്ട് അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. നിങ്ങൾ അങ്ങനെ കൊടുക്കാൻ താല്പര്യമുള്ളവർ കഴിവതും റീവാലുവേഷൻ തന്നെ കൊടുക്കുക. ഇനി ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ 2 എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ രണ്ടാമത്തെ പോർഷൻ മലയാളം സെക്കൻഡ് ആയിരിക്കും. അവിടെ ആ പേപ്പർ റീവാലുവേഷൻ വേണമെങ്കിൽ ടിക്ക് ചെയ്യുക, ഫോട്ടോ കോപ്പി വേണമെങ്കിൽ ടിക്ക് ചെയ്യുക. ഈ 3 കോളം ഉണ്ട്. ഇംഗ്ലീഷ് ഇതേപോലെ. അപ്പോൾ നമ്മളിത് ടിക്ക് ചെയ്യുക മാത്രമേ ഉള്ളൂ ഓരോ വിഷയത്തിനും. ഇപ്പോൾ ഫിസിക്സിൻ്റെ നേരെ റീവാലുവേഷൻ വേണമെങ്കിൽ ടിക്ക് ചെയ്യുക, ഫോട്ടോ കോപ്പി വേണമെങ്കിൽ അതിന് ടിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ഓരോ വിഷയത്തിൻ്റെ നേരെയും നമുക്ക് എന്താണ് ആവശ്യം, റീവാലുവേഷൻ ആണോ ആവശ്യം, ഫോട്ടോ കോപ്പി ആണോ ആവശ്യം എന്ന് നോക്കിയിട്ട് ടിക്ക് ചെയ്യാം. ടിക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ പിന്നെ ആപ്ലിക്കേഷൻ നമ്മളൊന്ന് പരിശോധിക്കാം. എമൗണ്ട് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും, നമ്മൾ പരിശോധിക്കാം. അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞിട്ട് വേണം ഈ ആപ്ലിക്കേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒന്ന് മാറിപ്പോവുക, അത്തരത്തിൽ നമ്മൾ കമ്പ്യൂട്ടർ സെൻറ്ററിലും മറ്റേ അവിടെയൊക്കെ പോയി ചെയ്യുമ്പോൾ ഏതെങ്കിലും മാറിപ്പോവുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാതെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തിരക്കുള്ള സമയത്ത് പോകണ്ട, ഒരു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. പിന്നെ ഇന്ന് സംഗതി കൊടുക്കാൻ ഓക്കെയാണ്, നാളെയോ മറ്റന്നാളോ കൊടുത്താൽ മതി. 21-ാം തീയതിക്കുള്ളിൽ എപ്പോഴെങ്കിലും കൊടുത്താൽ മതി. അതുകൊണ്ട് തിരക്ക് കൂട്ടാതെ നമുക്കിത് വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് പ്രിൻ്റർ ഉള്ളിടത്ത് പ്രിൻ്റ് എടുക്കണം. നമ്മൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഈ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് എടുക്കാം. ഈ പ്രിൻ്റ് കൊണ്ടാണ് നമ്മൾ എവിടെ പോകേണ്ടത്? നമ്മുടെ സ്കൂളിൽ പോയിട്ട് ഫീസ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 4 വിഷയത്തിന് റീവാലുവേഷന് ഒരു കുട്ടി കൊടുത്തു, 2 വിഷയത്തിന് ഫോട്ടോസ്റ്റാറ്റിന് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര വരും? ഒരു വിഷയത്തിന് റീവാലുവേഷന് 400 രൂപയാണ്. അപ്പോൾ റീവാലുവേഷൻ 4 പേപ്പർ എന്ന് പറഞ്ഞാൽ 1600 രൂപ. 2 ഫോട്ടോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ 200 200 400 രൂപ. അപ്പോൾ ആ കുട്ടി ആകെ 2000 രൂപ അടയ്ക്കണം. ഈ 2000 രൂപ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച സ്കൂളിലാണ് അടയ്ക്കേണ്ടത്. അത് പ്രത്യേകം ഓർമ്മിക്കണം. നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തല്ലോ, പ്രിൻ്റ് ഔട്ട് കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഫീസ് അടയ്ക്കാതിരുന്നാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പരിഗണിക്കില്ല. ഈ ഫീസ് അടച്ചവരെ, അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ അക്ഷയയിലോ കമ്പ്യൂട്ടർ സെൻറ്ററിലോ വെച്ച് പോയി കൊടുത്തു, അത് സബ്മിറ്റ് ചെയ്തു, അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തു. ആ പ്രിൻ്റ് ഔട്ട് എടുത്താൽ ഉടൻ തന്നെ സ്കൂളിൽ പോയി ഫീസൊന്നും അടയ്ക്കണമെന്നില്ല. ഇന്ന് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്താൽ നാളെ സ്കൂളിൽ പോയി ഫീസ് അടച്ചാൽ മതി, അല്ലെ മറ്റന്നാൾ പോയി ഫീസ് അടച്ച് 21-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ആ ഫീസ് സ്കൂളിൽ അടച്ചിരിക്കണം. 22-ാം തീയതിയാണ്, മെയ് 22-ാം തീയതിയാണ് ബന്ധപ്പെട്ട നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഇത് പരിശോധിച്ച് ഫീസ് അടച്ചവർക്ക് കൺഫർമേഷൻ കൊടുക്കും. അതുവരെ അപ്ലൈ ചെയ്തവർക്ക് കൺഫർമേഷൻ ഇല്ല. അപ്ലൈ മാത്രമേ ചെയ്തിട്ടുള്ളൂ എങ്കിൽ കൺഫർമേഷൻ ഇല്ല. ഫീസ് അപ്ലൈ ചെയ്തിട്ടുമുണ്ട്, ഫീസും അടച്ചിട്ടുണ്ടെങ്കിൽ ആ പേരുകൾ കൺഫർമേഷൻ ആവും. കൺഫേം ചെയ്ത് 22-ാം തീയതി 5 മണിക്കുള്ളിൽ ഹെഡ് മാസ്റ്റർ ഇത് കൺഫേം ചെയ്ത് അയക്കണം. ഇതാണ് നിയമം. അപ്പോൾ നിങ്ങൾ ഈ ചെയ്ത സ്ഥലത്തല്ല ഫീസ് അടയ്ക്കേണ്ടത്, സ്കൂളിലാണ് ഈ ഫീസ് അടയ്ക്കേണ്ടത്. ചെയ്ത സ്ഥലത്ത് എന്ത് ഫീസാണ് ഉണ്ടാവുക? ആ ചെയ്തതിൻ്റെ ഫീസും പ്രിൻ്റ് ഔട്ട് എടുത്തതിൻ്റെ ഫീസും മാത്രം അവർക്ക് കൊടുത്താൽ മതി. ബാക്കി ഫീസുകളൊക്കെ അവിടെയാണ് അടയ്ക്കേണ്ടത് എന്ന കാര്യം ഓർമ്മിക്കുക. ഒരിക്കൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ, രണ്ടാമതൊരിക്കൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആലോചിച്ചുറപ്പിച്ച് നേരത്തെ ഏതൊക്കെ വിഷയങ്ങൾക്ക് റീവാലുവേഷന് കൊടുക്കണം, ഏതൊക്കെ വിഷയങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റ് വേണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രമേ, തിരക്ക് കൂട്ടാതെ 1-2 ദിവസം കഴിഞ്ഞിട്ടായാലും ചെയ്താൽ മതി എന്ന കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. കാര്യങ്ങൾ വ്യക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ സംഗതിയൊക്കെ ആക്റ്റീവാണ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന അവസ്ഥയിലായിട്ടുണ്ട്. 16-ാം തീയതി എന്ന് പറഞ്ഞാൽ 16-ാം തീയതി 10 മണിയൊന്നും വേണ്ട, ഇന്നലെ രാത്രി തന്നെ കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ
നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി, മറുപടി പറഞ്ഞു തരും.